ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ മസാല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചെമ്മീൻ മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് 1 ടീസ്പൂൺ. അത് മീഡിയം സൈസിലൊരു 3 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 1/2 ഇഞ്ച് സൈസിൻ്റെയൊക്കെ 1 പീസ് ഇഞ്ചി. ഇതിലോട്ടൊരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം കുറച്ചൊന്നായിട്ടുണ്ട്, ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. നിറമൊന്നും അങ്ങനെ അധികം മാറിയിട്ടില്ല. ഇനി ഇതിലോട്ട് 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് ഞാനിപ്പോൾ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ള മുളക് എടുത്തേക്കുന്നത്. ഈ മുളകും കൂടെ ചേർത്ത് തിരിച്ചും 2-3 മിനിറ്റ് നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിയൊക്കെ ഒരു ഗോൾഡൻ കളറാവണം, മുളകും ഒന്ന് മൂക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. മല്ലിയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. മുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ആറി കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണിൽ കൂടുതൽ എടുക്കണ്ട. പിന്നെ 5 കാഷ്നട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരുപാട് വേണ്ട. ഇനി അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആറി കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയായിട്ടൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ പൊടിച്ചാൽ മതി. ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ, ഒരു പച്ചമുളക്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലതായിട്ടൊന്ന് നിറം മാറണം, അതുവരെ ഒന്ന് ഇളക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ചെറിയൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഒന്ന് വഴറ്റാം. ഇത് പുള്ളിയുടെ നിറമൊക്കെ നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. ഇനി അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഉള്ളിയുടെ നിറം കുറച്ചും കൂടെയൊക്കെ ഒന്ന് മാറണം, കുറച്ചൊരു ബ്രൗൺ കളറാവണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളിയൊക്കെ കുറച്ചൊരു ബ്രൗൺ കളറായിട്ടുണ്ട്, ഇതുവരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലെ 2 തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ പൊടിച്ച് വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം. മിക്സിയുടെ ജാറ് കഴുകി ശകലം വെള്ളം കൂടി ഒഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിക്കാം. ഏകദേശം 1 കപ്പെങ്കിലും ഒഴിക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങയും കാഷ്നട്ടും ഒക്കെ അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകിയിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഉപ്പും കൂടെ പോരാത്ത ഇട്ട് കൊടുക്കണം. ആദ്യം കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നോക്കിയിട്ട്. ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പ്രോൺസിന് ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് വേവിക്കണ്ട, അങ്ങനെ കല്ല് പോലാകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു കുറുകിയ ചാറായിട്ടുണ്ട്. അരക്കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാകും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് ചോറിനപ്പോൾ ഇത് പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്